Hello children, this is our second video of our second chapter. In our previous section, we have already discussed about chemical bonding and definitions of chemical bondings also. So before that, I repeat once again what do you mean by chemical bonding? The attractive force that holds together the atoms in a molecule is called chemical bonding. അതായത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസായി മാറും. അങ്ങനെ ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആകുമ്പോൾ ആ ആറ്റത്തിൻ്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. Look at the table. The table 2.1 illustrates that the element, atomic number and electronic configurations also. Here helium, neon, argon, krypton, xenon, radon. These elements are given that and their corresponding atomic number and electronic configuration is also present here. These elements are special criteria. These elements are known as noble gases or inert gases. The noble gases or inert gases, these elements exist in the periodic table of 18th group. അതായത് നമ്മളുടെ പീരിയോഡിക് ടേബിളിലെ 18th ഗ്രൂപ്പ് മെമ്പേഴ്സിനെയാണ് നമ്മളെ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. വൈ ദീസ് എലമെൻറ്റ്സ് ആർ കോൾഡ് നോബിൾ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ എലമെൻസിനെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്? This is the question arising from in this section. So look at the atomic number and the electronic configuration. Helium atomic number 2 and the electronic configuration also 2. Neon atomic number 10 and the electronic configuration is 2 and 8. Argon atomic number 18 and the electronic configuration is 288. And the corresponding elements and their electronic configurations are also given here. Look at the table and look at the electronic configurations of each element. You can see any peculiarity observed here. Look at the outermost electrons, outermost shell electrons present in each elements except helium. അതായത് നമ്മൾ ഈ ടേബിൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹീലിയം ഒഴികെ ബാക്കി എല്ലാ എലമെൻസിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? ഓക്കെ, വെരി ഗുഡ്. വി ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ എലമെൻറ്റ് ഹാവിങ് 8 ഇലക്ട്രോൺസ്. അതായത് ഇവിടെ നിയോൺ മുതലുള്ള എലമെൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ പ്രസൻറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാം. So, the arrangement of 8 electrons in the outermost shell of an atom is called octet electron configuration. അതായത് വാലൻസ് ഷെല്ലിൽ നമ്മൾ 8 ഇലക്ട്രോൺ പ്രസൻ്റ് ആണെങ്കിൽ ആ കോൺഫിഗറേഷനെയാണ് നമ്മൾ ഒക്റ്ററ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുക. ഇനി the element having 8 electrons in their outermost shell, it is considered to be stable. ഇനി ഒരാറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ആറ്റം എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് പണ്ട് നമ്മളുടെ പ്രീവിയസ് സെക്ഷനിൽ നമ്മളെടുത്ത ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കിപ്പോൾ കിട്ടിയില്ലേ? അതായത് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് എന്ന്. ഡെഫിനറ്റ്ലി സേ ദാറ്റ് ദി എലമെൻറ്റ്സ് അറ്റൈൻ സ്റ്റെബിലിറ്റി ത്രൂ കെമിക്കൽ ബോണ്ടിങ്. ഇനി എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക? ദി ആറ്റംസ് having 8 electrons in their outermost shell, they attain stability. ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ ആ ആറ്റം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അങ്ങനെ ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ പ്രസൻറ്റ് ആവാത്ത എലമെൻറ്റ്സ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ ലുക്ക് അറ്റ് ദീസ് എലമെൻറ്റ്സ്. Here these electronic configuration and outermost shell having 8 electrons.
So these elements do not take part in chemical reaction. That's why the noble gases possess this arrangement and are hence stable. Therefore, normally these gases do not take part in chemical reactions. അതായത് നോബിൾ ഗ്യാസസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ദീസ് ഗ്യാസസ് ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. നോബിൾ ഗ്യാസസ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ആൻഡ് ലുക്ക് അറ്റ് ദി figure once again. Look at the element helium and atomic number 2 and the electronic configuration is also 2. Here the outermost shell having does not contain 8 electrons, only having 2 electrons. Because the helium atomic number is 2 and having one shell is existing that is K, and the K shell having maximum accumulate electron is 2. അതായത് ഹീലിയം ഇവിടെ തന്നിട്ടുണ്ട്. ഹീലിയത്തിനെ നമ്മൾ നോബിൾ ഗ്യാസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഹീലിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ അഥവാ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് പ്രസൻ്റ് അല്ല. കാരണം ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ആ 2 ഹീലിയത്തിൻ്റെ ഫസ്റ്റത്തെ ഷെല്ലായ കെ എന്ന് പറയുന്ന ഷെല്ലിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ കെ ഷെൽ എന്ന് പറയുന്നത് 2 തന്നെയാണ്. That's why helium atom contains only one shell, that was K shell. The maximum number of electrons that can be accommodated in the first shell is 2. Hence, the duplet configuration of helium is stable. അതായത് ഹീലിയം എന്ന് പറയുന്നതും സ്റ്റേബിൾ ആണ്. ഹീലിയത്തിന് അറ്റോമിക് നമ്പർ 2 ആയതുകൊണ്ട് തന്നെ ആകെ കെ എന്ന് പറയുന്ന ഷെല്ല് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കെ ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ 2 ആണ്. അത് ഹീലിയത്തിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺസും പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹീലിയത്തിൻ്റെ ഈ കോൺഫിഗറേഷൻ നമുക്ക് ഡുപ്ലെറ്റ് കോൺഫിഗറേഷൻ എന്നാണ് പറയുക. ദ ഡുപ്ലെറ്റ് കോൺഫിഗറേഷൻ ഈസ് ഓൾസോ സ്റ്റേബിൾ ലൈക്ക് ദീസ് എലമെൻറ്റ്സ്. ഈ എലമെൻറ്റ്സിനെ പോലെ തന്നെ ഹീലിയവും സ്റ്റേബിളാണ് അക്കോർഡിംഗ് ടു ദയർ ഡുപ്ലെറ്റ് കോൺഫിഗറേഷൻ. അപ്പോൾ ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ മാത്രം ഡുപ്ലെറ്റ് കോൺഫിഗറേഷനും നിയോൺ മുതൽ ഒക്റ്ററ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷനും ആണ്. ഗോട്ട് ഇറ്റ്? So look at the another table. The table 2.2 illustrate that the element atomic number and electronic configuration also. These elements are magnesium, oxygen, sodium and chlorine. And you can find out the point from this table. This element electronic configuration is also given that, and according to the electronic configuration, these elements are നോട്ട് ഇൻ സ്റ്റേബിൾ. അതായത് നിങ്ങൾക്ക് ഈ ടേബിള് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അറിയാം ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുറച്ച് എലമെൻസിൻ്റെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെല്ലാം ഇപ്പോൾ മാഗ്നീഷ്യം ആണെങ്കിൽ 2 ഇലക്ട്രോൺസേ ഉള്ളൂ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ഓക്സിജൻ 6, സോഡിയം 1, ക്ലോറിൻ 7. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് എലമെൻറ്റ്സ് പൊസസ് ഡു നോട്ട് സ്റ്റെബിലിറ്റി. അതായത് ഈ എലമെൻറ്റ്സ് സ്റ്റെബിലിറ്റി അക്വയർ ചെയ്തിട്ടില്ല. ഓർ ദീസ് എലമെൻറ്റ്സ് attain do not stability attain ചെയ്തിട്ടില്ല. സോ ദീസ് എലമെൻസിനെ അറ്റെയിൻ സ്റ്റെബിലിറ്റി ചെയ്യാൻ വല്ല പോസിബിലിറ്റീസും ഉണ്ടോ? യെസ്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് പ്രസൻ്റ് ആണെങ്കിൽ ആ എലമെൻറ്റ്സ് സ്റ്റേബിൾ ആവും. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ദീസ് എലമെൻറ്റ്സ് അതിൻ്റെ പ്യുവർ ഫോമിൽ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ദീസ് എലമെൻറ്റ്സ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ and form their outermost shell having 8 electrons and possess a stable configuration. അങ്ങനെ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവാൻ വേണ്ടിയിട്ട് these elements participate in a chemical reaction. So atoms acquire stability by attaining an 8 electron configuration in their valence shell through chemical bonding. ഇനി എങ്ങനെയാണ് ആറ്റംസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അക്വയർ ചെയ്യുക? ത്രൂ കെമിക്കൽ ബോണ്ടിങ്. I repeat once again, atoms acquire stability by attaining a 8 electron configuration in their valence shell through chemical bonding. ഇപ്പം നിങ്ങൾക്ക് കെമിക്കൽ ബോണ്ടിങ് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ വന്നില്ലേ? The atoms acquire stability by attaining a 8 electron configuration in their valence shell through chemical bonding.
ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊക്കെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കാം. We can find out the different way for having acquire 8 electrons in their outermost shell. ഇനി ഏതൊക്കെയായിരിക്കും ആ പോസിബിലിറ്റീസ്? So in this video we are discuss about the types of chemical bonding.